മോഹൻ വർഗീസ് കാണേണ്ട ഒരു കാര്യം. പക്ഷേ UDF അതിന് അത്ര വലിയ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം തുടർ ഇലക്ഷൻ വിജയങ്ങൾക്ക് ശേഷം UDF വളരെ കോൺഫിഡൻ്റ് ആണ്. അവരുടെ റാങ്ക് ആൻഡ് ഫയൽ വളരെ സജ്ജമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, തരൂരിൻ്റെ പഴയ പോപ്പുലാരിറ്റി ഇല്ല. അതിന് ശ്രീകുമാർ പറഞ്ഞ തിരുവനന്തപുരത്തെ ക്ലോസ് ഫൈറ്റിൽ അദ്ദേഹം ചെറിയ വോട്ടിനാണ് ജയിച്ചത് എന്ന കാര്യം അല്ല ഞാൻ ആധാരമാക്കുന്നത്. അതിനപ്പുറത്ത് തരൂരിന് പഴയ പോപ്പുലാരിറ്റി ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് കോർ വോട്ടർമാർക്കിടയിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കോർ വോട്ടർമാർക്കിടയിൽ ഇപ്പോൾ വലിയ അപ്പീലില്ല. കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ കോൺഗ്രസ് പാർട്ടിക്ക് മിക്കവാറും ഘടകവിരുദ്ധമായിട്ടാണ്. പലപ്പോഴും അത് പ്രോ BJP ആയി വരാറുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം ചില സമയത്ത് നരേന്ദ്രമോദിയുടെ PR ഏജൻസി ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇസ്രായേൽ എംബസി നടത്തിയിട്ടുള്ള വിരുന്നിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദം തുടങ്ങിയിട്ടില്ല. ഇനി ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ തുടങ്ങുമായിരിക്കും. അപ്പോൾ ആ നിലയിൽ നിൽക്കുമ്പോൾ 2 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന തരൂരിന്റെ പോപ്പുലാരിറ്റി ഇപ്പോൾ തരൂരിനില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മറ്റു നേതാക്കൾക്കും സതീശൻ നല്ല പോപ്പുലറായി നിൽക്കുന്ന സമയവുമാണ്. അപ്പൊ പിന്നെ കോൺഗ്രസ് എന്നാ പിന്നെ തരൂരിനെ ആക്കണോ എന്നുള്ള കൺഫ്യൂഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇവിടെ? ശ്രീ അഭിലാഷ്, ഈ തരൂരിന്റെ ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി, അതേക്കുറിച്ചൊരു വ്യക്തത നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ഇവിടെ UDFന്റെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന്റെ പിന്തുണക്കാരല്ല തരൂരിനോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ 28 ഒരു ആർഗ്യുമെന്റിന് വേണ്ടി തരൂരിന് ലഭിച്ചു എന്ന് പറയുന്ന 28.3% ജനകീയ പിന്തുണയെ നമ്മളൊന്ന് ഡീകോഡ് ചെയ്തെടുക്കുക, ഒന്ന് ഡിസൈഫർ ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു നല്ല ഭാഗം ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അതിനുള്ളിൽ BJP മൈൻഡഡ് ആളുകളുണ്ടാവാം, കോൺഗ്രസ് മൈൻഡഡ് ആളുകളുണ്ടാകാം, UDF മൈൻഡഡ് ആളുകളുണ്ടാകാം, കോൺഗ്രസ്സുകാരല്ലത്. അപ്പോൾ കോൺഗ്രസിനകത്ത് തരൂരിന് കാര്യമായ പിന്തുണയില്ല. കേരളത്തിനുള്ളിലും ദേശീയ തലത്തിലും പ്രത്യേകിച്ച് ഹൈക്കമാൻഡിൻ്റെ മനസ്സിൽ തരൂരില്ല. ഹൈക്കമാൻഡിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു UDF മുഖ്യമന്ത്രിയായി ഡോക്ടർ തരൂരിനെ ഒരിക്കലും സങ്കല്പിക്കാനാവില്ല. അത് മറ്റെല്ലാവരെക്കാളും നമ്മളെക്കാളെല്ലാം നന്നായി അറിയാവുന്നത് ഡോക്ടർ തരൂരിന് തന്നെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയാകുക എന്നതൊന്നും അല്ല തരൂരിൻ്റെ ഒരു ഉദ്ദേശം. ഇവിടെ വന്നിരിക്കുന്ന ശ്രീ പ്രേംകുമാർ പറഞ്ഞൊരു കാര്യം വളരെ ആഴത്തിൽ ഒന്നുകൂടെ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം BJPക്ക് കേരളത്തിൽ വികസന വോട്ടുണ്ട്, അത് 23% എന്ന് ഈ സർവേ പറയുന്നു. BJPക്കുള്ള പിന്തുണയായിട്ടല്ല, വികസനം. ഏത് കക്ഷിയാണ് അല്ലെങ്കിൽ ഏത് മുന്നണിയാണ് വികസനത്തിന് കൂടുതൽ സാധ്യതയുള്ളത് എന്ന് പറയുമ്പോൾ അവിടെ UDFന് 1-ാം സ്ഥാനം 38%, ഒന്നാം സ്ഥാനം നിൽക്കുമ്പോൾ LDF വളരെ പിന്നിലാണ്. LDFന് 27% പിന്തുണ. അതേസമയം അതിന് തൊട്ട് താഴെ 23% പിന്തുണ സംസ്ഥാന തലത്തിൽ, അത് കേന്ദ്ര തലത്തിലല്ല എന്ന് ഓർക്കണം, സംസ്ഥാന തലത്തിൽ BJPക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ചേർത്ത് വായിക്കുമ്പോൾ അത് BJPക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല എന്ന് ഓർക്കണം. ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയതുപോലെ ഇപ്രാവശ്യം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ BJP ഉയർത്തിക്കാട്ടാം. കാരണം BJP കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് BJPക്കാർ പോലും ഇത്തവണ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നില്ല. അതേസമയം UDFനൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. ഉണ്ടായാൽ അത് ആത്മഹത്യാപരമായിരിക്കും. കാരണം അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി UDFന് ലഭിക്കാവുന്ന ഒരു മേൽക്കൈ നശിപ്പിക്കും. എന്നാൽ LDFന് കൃത്യമായ ഒരു നേതൃത്വം ഉണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവണമെന്നില്ല. പക്ഷേ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും LDF മുന്നോട്ട് പോകാൻ സാധ്യത. അവിടെ KK ശൈലജ എന്നത് ഒരു റാങ്ക് ഔട്ട്സൈഡറാണ് ഇപ്പോഴത്തെ നിലയിൽ. അത് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ശ്രീ പ്രേംകുമാർ പറയുന്നത് പോലെ ഒരു അജണ്ട ഞാനും കാണുന്നുണ്ട്. KK ശൈലജയുടെ പേര് കൊണ്ടുവരുന്നതിനുള്ളിൽ അജണ്ട കാണുന്നുണ്ട്. തരൂരിന് 28% എന്ന് പറയുന്നതിന് പിന്നിൽ അതിനെ നമ്മൾ ഡിഫൈർ ചെയ്യുമ്പോൾ അതിന് BJP സ്പേസും കൂടെ വരും. അപ്പോൾ തരൂർ എല്ലാവരുടെയും ചോയ്സ് ആവുകയാണ്. അങ്ങനെ എല്ലാവരുടെയും ചോയ്സ് ആകുന്ന ഒരാൾ അത് യഥാർത്ഥത്തിൽ അങ്ങനെയാണെന്നൊരു പ്രതീതി ജനിച്ചാൽ UDFന് മനസ്സില്ല, മനസ്സോടുകൂടി തരൂരിൻ്റെ ചില ക്ലെയിംസ് എങ്കിലും, മുഖ്യമന്ത്രി സ്ഥാനമൊന്നുമല്ല, മറ്റ് ചില ക്ലെയിംസ് എങ്കിലും അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ അതിലൊന്നും സംതൃപ്തനാകുന്ന ആളാണ് തരൂർ എന്നത് നമുക്ക് വിശ്വസിക്കാനാവുന്ന കാര്യമല്ല. ഒരു കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനാവില്ല. ഒരു കോൺഗ്രസ് പരിഗണിക്കില്ല, UDF പരിഗണിക്കില്ല, കേന്ദ്രം പരിഗണിക്കില്ല. പിന്നെ വേണ്ടത് ഒരു പക്ഷേ ഇത്രയും പിന്തുണ ഉണ്ടായിട്ട് പോലും കോൺഗ്രസ് ഈ ഐശ്വര്യത്തെ പിൻകാലുകൊണ്ട് തള്ളിക്കളഞ്ഞു, അതുകൊണ്ട് ഞാനിതാ സ്വതന്ത്രമായൊരു നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തരൂരിന് വേണമെങ്കിൽ മറ്റൊരു നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അടുത്ത ശേഷിച്ച 4 വർഷം ഓണമാക്കി മാറ്റാൻ കഴിയും. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത്.